والصلاة والسلام عليك يا سيدي يا رسول الله هذا ഷഹറുള്ള അള്ളാഹുവിൻ്റെ മാസം എന്നറിയപ്പെടുന്ന മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരികയായി. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇൻഷാ അള്ളാഹ് ഈ വരുന്ന 9ഉം 10ഉമൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നൊയമ്പ് അനുഷ്ഠിക്കുക. കാരണം ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഹിജ്റ വന്നത് അതാ മക്കത്ത് നിന്നും പലായനം ചെയ്ത് മദീന മുനവ്വറയിലെത്തിയത് ഈ ദിവസമായിരുന്നു. അന്നു മുതൽ ഹിജ്റ വർഷമായി മാറി. ആദം നബി അലൈഹിസ്സലാമിനെ ഈ ലോകത്തേക്ക് പടച്ചത് ഈ മാസമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷിച്ചത് അള്ളാഹു ഈ മാസമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഫറവയുടെ ചെങ്കടലിൽ അതാ മുറിച്ചു കടത്തത് അള്ളാഹു അഭയം നൽകിയത് ഈ മാസമായിരുന്നു. ഷുഹൈബ് നബി അലൈഹിസ്സലാമിൻ്റെ രോഗം മാറിയതും യൂനുസ് നബി അലൈഹിസ്സലാമിനെ കടലിൽ നിന്നും മീനിൻ്റെ വയറ്റിൽ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റോടുകൂടി അള്ളാഹു അഭയം നൽകിയത് ഈ മാസമായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെ ഒട്ടനവധി നബിമാർക്കും അഭയം നൽകിയത് ഈ മാസമായിരുന്നു. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായത് ഈ മാസമായിരുന്നു. അങ്ങനെ പറയാൻ 100 ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ മാസം നമ്മൾ ഈ വരുന്ന പുണ്യമാക്കപ്പെട്ട മുഹറം 9നും 10നും ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നൊയമ്പ് അനുഷ്ഠിക്കുക. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് മുന്നോടിയായി ഈ 9 ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത വർഷം ഞാൻ തീർച്ചയായും ആ മുഹറം 9ന് ഞാൻ നൊയമ്പ് പിടിച്ചതിനായിരുന്നു ഹദീസ്. ഇൻഷാ അള്ളാഹ് അതിനെക്കൊണ്ട് നമ്മൾ 9ഉം 10ഉം എല്ലാവരും നൊയമ്പ് പിടിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് മടങ്ങുക. അള്ളാഹുവിൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുന്ന മാസമാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്ന മാസമാണ്. ഈ റഹ്മത്താക്കപ്പെട്ട മാസം നാം പാഴാക്കരുത്. അള്ളാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. وأنت سير الندى يا خير معتمد يا سيدي يا رسول الله أغني خذ بيدي ما لي سواك ولا قلبي على أحد وأنت حقا غياث الخلق أجمعين وأنت هادي الورى لله بالمدد يا من يقول